ഞാനിന്ന് പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തിന് പേരിട്ടിരിക്കുന്ന പ്രീ ഡെസ്റ്റിൻഡ്, മുന്നമേ വിളിക്കുക. നമുക്ക് ആ വാക്യത്തിലേക്ക് ഇന്ന് വരാം. എഫെസ്യ ലേഖനം എടുക്കാൻ 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നു. അടുത്ത വാക്ക്, നാം ചെയ്തു പോരേണ്ടതിനെ ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ നമുക്ക് വേണ്ടി ദൈവം എന്തൊക്കെയോ മുന്നൊരുക്കിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞേ, നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നൊരുക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ വിളിക്കും, ഞാൻ പോകുന്ന വഴിയിൽ ആദ്യം കണ്ടുമുട്ടേണ്ടതാണ് ഈ സംഭവം, ഈ ടാബ്. അടുത്ത് കണ്ടുമുട്ടേണ്ടതാണ് ഇതൊന്ന്, അടുത്ത് കണ്ടുമുട്ടേണ്ടതാണ് ഇതൊന്ന്, അടുത്ത് കണ്ടുമുട്ടേണ്ടതാണ് ഇതൊന്ന്, അടുത്ത് കണ്ടുമുട്ടേണ്ടതാണ് ഇതൊന്ന്. ഞാൻ എൻ്റെ സ്പിരിച്വൽ ജേണിയിൽ, എൻ്റെ ആ ജേണിയിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ ഫേസ് ചെയ്യേണ്ടതായ ബ്ലെസ്സിങ്ങുകളുണ്ട്. അത് ദൈവം മുന്നമേ ഒരുക്കി വെച്ചിരിക്കുക. ഇറ്റ്സ് പ്രീ പ്ലാൻഡ്. ഞാനൊന്നും കൂടെ വാചകം പറയട്ടെ. ഞാൻ എൻ്റെ സ്പിരിച്വൽ ജേണിയിൽ ഇവിടെ എത്തുമ്പോൾ, അടുത്തെത്തുമ്പോൾ ഞാൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട പല കാര്യങ്ങളും ദൈവം മുന്നമേ ഒരുക്കി വെച്ചിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ നേരത്തെ കൂട്ടി ഗ്രഹിച്ചവരെ, നേരത്തെ കുറിച്ച് മനസ്സിൽ ഒരുക്കി വെച്ചവരെ, നേരത്തെ കൂട്ടി പ്രിപ്പയർ ആക്കിയവരെ, മുന്നറിഞ്ഞവരെ. 30-ാമത്തെ വാക്യം, മുന്നറിഞ്ഞവരെ വിളിച്ചും, മുൻ നിയമിച്ചവരെ വിളിച്ചും, മുന്നറിഞ്ഞവരെയും മുൻ നിയമിച്ചവരെയും ദൈവം എന്ത് ചെയ്തു? വിളിച്ചു. വിളിച്ചവരെ നീതീകരിച്ചും, മുന്നറിഞ്ഞവരെ ദൈവം വിളിച്ചു. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഓരോരുത്തൻ അവനവന്റെ നിരയിലാണ്. ഓരോരുത്തൻ അവനവന്റെ നിരയിലാണ്. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? ഞാൻ രാഷ്ട്രം പറയാൻ ശ്രമിക്കുക. ബിജുവിൻ്റെ വീട്ടിലെ ബിജു അല്ല ആദ്യം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്, ചേട്ടനായിരുന്നു അല്ലേ? ചേട്ടൻ ബൈജു ആയിരുന്നു. കുറച്ചു നേരത്തെ എനിക്കിത് ബൈജു ആണ്, ഇവൻ്റെ ജ്യേഷ്ഠൻ. തിരിഞ്ഞേക്കുക, ഇവൻ്റെ ചേട്ടൻ ബൈജു ആണ്. ബൈജുവിനെയാണ് ദൈവം തൊട്ടത്. മുൻ നിർണയിച്ചതിൻ്റെ ആ വീട്ടിലെ ആദ്യത്തെ ദൈവിക നിർണയത്തിൽ ആദ്യത്തെ ആളാരായിരുന്നു? ബൈജു ആയിരുന്നു. എന്നാൽ അതിൻ്റെ കണക്ഷനിൽ അടുത്തൊരാളിലേക്ക് ദൈവത്തിൻ്റെ വിളി പോവുകയാണ്. ഇത് നേരത്തെ പ്രിപ്ലാൻഡ് ആണ്. ബൈജു ആ നിരയിലേക്ക് വന്നു. നിങ്ങളൊന്ന് കൈ അടിച്ചിരുന്നല്ലേ ആമീൻ പറഞ്ഞേ. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? എങ്കിൽ നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം എങ്ങനെയായിരിക്കും? അതതിൻ്റെ നിരയിലാണ്. ഞാൻ ഈ വാഗ്ദത്തത്തെ ഫേസ് ചെയ്യുകയും അനുഭവിക്കുകയും ചെയ്തുവെങ്കിൽ നിന്നോട് പറഞ്ഞ അടുത്തത് നിനക്ക് വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഒരു നാളിനി മാറത്തില്ല. അത് സമയത്തിന്റെ തികവിൽ നിന്റെ കൈകളിലേക്ക് വരും. അതിന്റെ ലൈനിലാണത്. നീ ഇപ്പോൾ കണ്ട വാഗ്ദത്തം ഇത് മാത്രമാണ്. നിന്നോട് പറഞ്ഞത് അത് നിവൃത്തിയായെങ്കിൽ അടുത്തതിലേക്ക് നീ മുന്നേറുമ്പോൾ അടുത്തത് നിന്റെ കൈകളിലേക്ക് വരും നിശ്ചയമാണ്. നിങ്ങൾ എന്റെ കൂടെ എത്തി ഇരുന്നോ? നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. 1 ശമൂവേലിലേക്ക് വരാം. 16-ാം അധ്യായം 1-ലുള്ള വാക്യങ്ങൾ വായിക്കാം. അനന്തരം യഹോവ ശമൂവേലിനോട്,
ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശായിയുടെ അടുക്കലയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് അവന്റെ കൽപ്പിച്ചു. മക്കളിൽ ഒരു രാജാവിനെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത് അതിന് ശമൂവേൽ ഞാൻ എങ്ങനെ പോകും? വായിച്ചോ. ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. എന്നാലേ യഹോവ നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുവന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറയുക. ഇശായിയെയും യാഗത്തിന് ക്ഷണിക്ക. നീ ചെല്ലേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ. നിങ്ങൾ അതിന്റെ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. ഇശായിയുടെ യാഗത്തിന് ക്ഷണിക്കുക. അതിനടിയിലൊരു അടുത്ത വാചകം ഒന്ന്, ആ വാചകം എഴുതിയിരിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. നീ ചെയ്യേണ്ടത് എന്തെന്ന് അന്നേരം ഞാൻ നിന്നോട് അറിയിക്കും. ദൈവം ശമൂവേലിനെ ഒരു യാഗം അർപ്പിക്കാനും ഒരു യൗവനക്കാരന്റെ മേൽ അഭിഷേകം പകരാനും വേണ്ടി അയക്കുകയാണ്. അയക്കുമ്പോൾ ശമൂവേലിനോട് ദൈവം ഒരു കാര്യം വ്യക്തമായി സംസാരിച്ചില്ല. നമുക്ക് തോന്നും ശമൂവേലിനോട് എല്ലാ കാര്യം ദൈവം സംസാരിച്ചു എന്ന്. ശമൂവേലിനോട് ദൈവം പറയുന്നത് നീ ഇശായിയുടെ വീട്ടിൽ പോകണം. ഇശായിയുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞില്ല. ഇശായിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഒരുവൻ എന്ത് ചെയ്തിരിക്കുക? തെരഞ്ഞെടുത്തിരിക്കുക. നിങ്ങൾ ആ വാചകം ശ്രദ്ധിച്ചോ. കൊമ്പിൽ തൈലം നിറച്ചു പുറപ്പെടുക. ഞാൻ ബേത്ലഹേമിനായ ഇശായിയുടെ അടുക്കൽ നിന്നെ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ രാജാവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇശായിയുടെ വീട്ടിൽ നിന്നാണ് സെലക്ഷൻ. ആ വീട്ടിൽ നിന്ന് ഒരാളെ രാജാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇശായിയുടെ വീട്ടിൽ പോകണമെന്ന് ദൈവം പറഞ്ഞില്ല. ഇശായി താമസിക്കുന്ന പട്ടണത്തിൽ ചെന്നിട്ട് അവിടെ ഒരു യാഗം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ യാഗം നടത്തുവാൻ ദൈവം പറഞ്ഞു. ഈ യാഗം തയ്യാറാക്കി കഴിയുമ്പോൾ അടുത്ത കാര്യം ഞാൻ നിന്നോട് പറയാമെന്ന് പറഞ്ഞു. ഇതേ എന്താ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മറച്ചു വെക്കുന്നേ? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ദൈവം എന്താ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നേ? ദൈവം എന്തിനായി കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നത്? ഇശായിയുടെ വീട്ടിൽ 7 പേരുണ്ടെന്നും 8ാമത്തെ ചെറുക്കനാണ് ഞാൻ തിരഞ്ഞെടുത്തതെന്നും അവനെ ഈ യാഗത്തിലേക്ക് വിളിച്ചിട്ട് അവന്റെ തലയിൽ അഭിഷേകം ചെയ്തതെന്നും പറഞ്ഞ പോരെ ദൈവത്തിന്? ഇത്രയും കൺഫ്യൂഷന്റെ വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നോ ഇല്ലയോ? നേരെ നീ ഇശായിയുടെ വീട്ടിൽ ചെല്ലുക. ആ വീട്ടിനകത്ത് 7 പിള്ളേരുണ്ട്. ആ പിള്ളേരിൽ ഒരുത്തിനെ ഞാൻ കണ്ടിരിക്കുകയാണ്. അവന്റെ പേര് ദാവീദ് എന്നാണ്. അവനെ തെരഞ്ഞെടുക്കുക. അവന്റെ തലയിൽ എണ്ണ അഴിക്കുക, അഭിഷേകം ഒഴുകി നീ എന്നിട്ട് പോന്നോ. അതാണ് നിന്റെ പണി എന്ന് പറഞ്ഞ പോരെ ദൈവത്തിന്? ദൈവം അങ്ങനൊരു വാചകം അവിടെ പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇശായിയുടെ വീട്ടിൽ നിന്നാണ് സെലക്ഷൻ. എടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ഇശായിയുടെ വീട്ടിൽ നിന്നാണ് സെലക്ഷൻ. ആ വീട്ടിലല്ല യാഗം നടത്തേണ്ടത്, ആ പട്ടണത്തിലാണ് യാഗം നടത്തേണ്ടതിന് അവനെയും കൂടെ നീ എന്ത് ചെയ്യണം? ക്ഷണിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ശമൂവേലോട് പറയാ, നീ യാഗം തയ്യാറാക്കുക. ബാക്കി അടുത്തത് യാഗം തയ്യാറായതിനു ശേഷം ഞാൻ നിന്നോട് പറയാം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഇശായിയുടെ പട്ടണത്തിൽ ചെല്ലണം. എന്ത് ചെയ്യണം? അടുത്തത് യാഗം തയ്യാറാക്കണം. ആ തയ്യാറാക്കിയതിന് ശേഷം അടുത്ത കാര്യം ദൈവത്തിൽ നിന്ന് കേൾക്കാനൊക്കത്തുള്ളൂ. അയ്യോ, എന്നാണ് പാടാ ഇത്? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ യാഗം തയ്യാറാക്കുക. അതിന് അപ്പുറത്തേക്കുള്ള കാര്യം ദൈവം റിവീൽ ചെയ്തില്ല. ആദ്യം ഞാൻ പറഞ്ഞത് നീ കേക്ക്, അടുത്തത് ഞാൻ ചെയ്യാം. നമ്മുടെ പ്രശ്നം എന്താ പറയാ? അടുത്തത് പറ, എങ്കിൽ ഇത് ചെയ്യാന്നാണ് നമ്മുടെ പ്രശ്നം. എങ്ങനെയാ? യാഗത്തിന് ശേഷമുള്ള കാര്യം പറ, എങ്കിൽ യാഗം ഞാൻ ചെയ്യാന്നാണ്. എന്നാൽ ദൈവത്തിന്റെ രീതി എങ്ങനെയാണെന്നറിയോ? യാഗം നീ ആദ്യം തുടങ്ങുക, അടുത്തത് ഞാൻ പറയാന്നാണ്. നിങ്ങൾ ആരും എന്റെ കൂടെ എത്തിയ ഒരു ഹല്ലേലൂയ പറയോ? അടുത്തിരിക്കുന്നവരോട് പറ, ഈ യാഗം നടത്താനാ പറഞ്ഞത്, അത് നീ ചെയ്താൽ മതി. അടുത്ത റിവീലിംഗിന്റെ കാര്യം അത് ദൈവത്തിന്റെ കൈകളിലുള്ള, അത് ദൈവ സമയത്ത് ചെയ്തോളും. നമ്മൾ എന്താ ചെയ്യണം? യാഗം കഴിഞ്ഞിട്ടുള്ള കാര്യം അറിയണം നമുക്ക്.
യാഗം കഴിഞ്ഞിട്ടുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നീ യാഗം കഴിക്കാൻ വേണ്ടി തയ്യാറാകുക. ഇത് കുറച്ച് സ്പിരിച്വലായി വളരുന്നവർക്കുള്ള മെസ്സേജാണ് ഞാൻ പറയുന്നത്. ഇശയ്യായുടെ വീട്ടിൽ നിന്നൊരു തെരഞ്ഞെടുപ്പുണ്ടെന്നേ ശൗൽ എന്ന വലിയ പ്രവാചകന് പോലും അറിയത്തുള്ളൂ. ആരാന്നും അറിയത്തില്ല, എങ്ങനെയാണെന്നും അറിയത്തില്ല, ഒരു വ്യക്തതയില്ല. ആ വ്യക്തതയുടെ ആദ്യ പിക്ചർ ഉണ്ടാകണമെങ്കിൽ ഒരു യാഗം നടത്തണമെന്ന് ആദ്യ പടി ആരോട് പറയുകയാ? അവിടെ നിന്ന് എൻ്റെ ഉദ്ദേശം നടക്കത്തില്ല. പക്ഷെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയാനുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയ ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? നിന്റെ വീട്ടിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പുണ്ടെന്ന് നിനക്ക് മനസ്സിലാകണമെന്നുള്ളൂ. പക്ഷേ ആ തെരഞ്ഞെടുപ്പിനോട് ബന്ധിക്കപ്പെട്ട് നീ ഒരു പ്രിപ്പറേഷൻ തയ്യാറായാൽ, ദൈവാരാധനയ്ക്ക് തയ്യാറായാൽ, അടുത്തത് ദൈവം നിനക്ക് റിവീൽ ചെയ്യാം. മുൻനിർണയ പ്രകാരമുള്ളതാണ് ജെസ്സിയുടെ വീട്. നിന്റെ വീട് ആ നിർണയപ്രകാരമുള്ളതാണ്. അതിൽ ആരാണ് രാജാവാകുക എന്നും ആരാണ് പട്ടണം ഭരിക്കുക എന്നതും അടുത്തതാണ്. കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. നീ ചെയ്യേണ്ടത്, എന്റെ മേലൊരു വിളി വന്നിട്ടുണ്ട്, ഐ ആം ഗെറ്റിംഗ് പ്രിപ്പയർഡ്, ഐ ആം റെഡി ടു ഡു എന്ന് പറയുന്നെങ്കിൽ അടുത്ത പടി ദൈവം വെളിപ്പെടുത്തും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിക്കാൻ ആമേൻ പറയാം. വിളിയുള്ള ദൈവ പൈതലേ, നീ വിളിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയാൽ അടുത്തത് ഞാൻ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യുക. അടുത്തത് എന്താണോ ഞാൻ ചെയ്യുന്നത് അത് ചെയ്യേ. അത് നിന്റെ ഭവനത്തിനകത്ത് ദൈവിക ഉദ്ദേശം എന്താണോ അത് പരിപൂർണമായി വെളിപ്പെടുവാൻ തക്കവണ്ണ കാരണമാകും. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇശയ്യായുടെ വീട് തെരഞ്ഞെടുത്തതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട വീടുകളാ ഇവിടെ ഇരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട വീടുകളാ, തെരഞ്ഞെടുക്കപ്പെട്ട വീടുകളാ. നിങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ശബ്ദമാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. It is a pre-plan. മുൻ നിർണയിച്ചിരിക്കുക ദൈവം. ഇശയ്യായുടെ വീട് മുൻ നിർണയ പ്രകാരമുള്ളതാ. നിന്റെ വീട് മുൻ നിർണയ പ്രകാരമുള്ളതാ. നിന്റെ വീട് മുൻ നിർണയ പ്രകാരമുള്ളതാ. നീ ഹൈദരാബാദ് കടന്നാലും, അല്ല അങ്ങ് ഡൽഹി കടന്നാലും, അല്ല അങ്ങ് നീ ഗൾഫിൽ കടന്നാലും, ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരമുള്ള വ്യക്തിയുടെ വീടാ നീ. It's a predestined plan for you. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം അറിയിക്കും. നിങ്ങൾ അവിടെ നിൽക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് 5-6 പേരുടെ അടുക്ക ചെല്ലണം. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം അറിയിക്കും. പറ, അത് നിങ്ങളോടുള്ള ദൂതാ ഇന്നത്തെ. ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഈ അന്നേരം എന്നതാണ് നമ്മുടെ പ്രശ്നമുള്ള നേരം. യാഗം 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 ആരാധന നടത്തി കാത്തിരിക്കുക എന്നതാണ് ദൈവത്തിന്റെ ആലോചന. ആരാധനയിൽ അവന്റെ ശബ്ദത്തിനായി കാതോർക്കുക എന്നതാ ദൈവാലോചന. ശമൂവേലേ, നീ വിളിക്കപ്പെട്ട പ്രവാചകനാ. പക്ഷെ ആരാധനയുടെ നടുവിൽ ഞാൻ എന്താ നിന്നോട് പറയുന്നു എന്ന് കേൾക്കാം. രാധനോ, നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ നിന്നോട് അന്നേരം നിന്നോട് അറിയിക്കും. എപ്പോ നീ യാഗത്തിനായി ഒരുങ്ങുന്നു, എപ്പോൾ നീ യാഗം അർപ്പിക്കുന്നു, അന്നേരം ഞാൻ നിന്നെ അറിയിക്കും. അന്നേരം അറിയിക്കും. നിങ്ങളെ വിളിച്ച വിളിയെ, ദൈവത്തിന്റെ വിളിച്ച വിളിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞവരാ. പക്ഷേ ചിലത് ഈ പകൽ പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്. നിങ്ങളെ അന്നേരം അറിയിക്കാൻ, ആ നിമിഷം അറിയിക്കാൻ ഒരുക്കി വെച്ചിട്ട് ദൈവം നിങ്ങളെ വിളിക്കുകയാ. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ നിന്നോട് അറിയിക്കും. അടുത്തിരിക്കുന്നവരോട് പറ, എന്തറിയിക്കും? എന്തറിയിക്കും? ചെയ്യേണ്ടത് എന്തെന്ന് അറിയിക്കും. നീ എന്താണ് യാഗത്തിനോടൊപ്പം
ചെയ്യേണ്ടതെന്ന് ഞാൻ അറിയിക്കുമെന്ന്. ഏയ്. ഈ യാഗം നടത്തുന്നതിന്റെ ഇടയിൽ നീ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ നിന്നോട് പറയുമെന്ന്. ആമേൻ. നീ ചെയ്യേണ്ടത് ഞാൻ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. നീ ചെയ്യേണ്ടത് ഞാൻ നിന്നെ അറിയിക്കും. 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 ചെയ്യേണ്ടത് ഞാൻ നിന്നെ അറിയിക്കും. ചെയ്യേണ്ടത് ഞാൻ നിന്നെ അറിയിക്കും. അടുത്ത വാക്ക് ഞാൻ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു തരും. നീ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരും. നീ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരും. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ നിന്നെ അറിയിക്കും. രണ്ട്, ഞാൻ പറഞ്ഞു തരും അടുത്തത് ചിലത്. ഞാൻ ചെയ്യേണ്ടത് എന്താ, നീ ചെയ്യേണ്ടത് എന്താന്ന് ഞാൻ നിന്നോട് പറയും. പിന്നീട് നീ ചെയ്യേണ്ടത് മാത്രമല്ല, ഞാൻ ചിലത് നിനക്ക് പറഞ്ഞും കൂടെ തരും. സഭയോടുള്ളൊരു ദൂതാ ഞാൻ പറയുന്നേ. സഭയോട് ചെയ്യേണ്ടത് അറിയിക്കും, അതിനോടൊപ്പം ചിലത് ദൈവം പറഞ്ഞു തരും. ദൈവം ചിലത് പറഞ്ഞു തരും. ദൈവം ചിലത് പറഞ്ഞു തരും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചിലരോട് എനിക്ക് ദൂത് പറയാനുണ്ട്. ചെയ്യേണ്ടത് ദൈവം അറിയിക്കും, അതോടൊപ്പം ചിലത് പറഞ്ഞു തരും. എനിക്ക് അങ്ങോട്ട് കേട്ടിട്ട് മതിയാവുന്നില്ല. ചെയ്യേണ്ടത് അറിയിക്കും, അതോടൊപ്പം ഞാൻ നിനക്ക് ചില പറഞ്ഞു തരും. അങ്ങനൊരു ചലനം ഈ സഭയ്ക്കകത്ത് എഴുന്നേൽക്കുന്നു. കൂടുള്ളവർക്ക് കൈകളടിക്കാൻ മേമീൻ പറയാം. അവൻ ബേത്ലഹേമിലേക്ക് ചെന്നു, യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. അപ്പുറത്തോട്ട് ചോദിച്ചില്ല. അവൻ ബേത്ലഹേമിലേക്ക് ചെന്നു. ബേത്ലഹേമിൽ അവന് യാഗമൊരുക്കുകയാണ്. അവനൊരു കാര്യം അറിയാം, ഇശയ്യായിയുടെ വീട്ടിൽ നിന്നൊരു തെരഞ്ഞെടുപ്പുണ്ട്. അടുത്തത് അറിയണമെങ്കിൽ ബേത്ലഹേമിൽ ചെന്നൊരു യാഗം നടത്തണം. ഇശയ്യായിയുടെ വീട്ടിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അടുത്തത് അറിയണമെങ്കിൽ ബേത്ലഹേമിൽ പോയി ഒരു യാഗം കഴിക്കണം. നിങ്ങൾക്കതൊന്ന് അടുത്തിരിക്കുന്ന ആളോട് പറയാം. ഇശയ്യായിയുടെ വീട്ടിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഈ പ്രവാചക ശബ്ദത്തിന്റെ പ്രത്യേകത. അടുത്തത് അറിയണമെങ്കിൽ ബേത്ലഹേമിൽ പോയി ഒരു യാഗം കഴിക്കണം. എന്ന് പറഞ്ഞ ഇശയ്യായിയുടെ വീട്ടിലെ തെരഞ്ഞെടുപ്പിന്റെ വ്യക്തത ബേത്ലഹേമിൽ നടക്കുന്ന യാഗത്തിലാണ് വെളിപ്പെടാൻ പോകുന്നത്. ഇശയ്യായിയുടെ വീട്ടിലെ വിളിയുടെ വ്യക്തത ബേത്ലഹേമിലെ യാഗത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നത്. ഇശയ്യായിയുടെ വീട്ടിലെ വിളിയുടെ വ്യക്തത ബേത്ലഹേമിലെ യാഗത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നേ. നിന്റെ വീട്ടിലെ വിളിയുടെ വ്യക്തത നിന്റെ വീട്ടിൽ നടക്കുന്ന നിന്റെ ആരാധനയിടയിൽ പേഴ്സണൽ ആരാധനയിൽ, നിന്റെ സഭയുടെ ആരാധനയിൽ അതിലെ വെളിപ്പെടാൻ പോകുന്നേ. ഇശയ്യായിയുടെ വീട്ടിലെ വിളിയുടെ വ്യക്തത ബേത്ലഹേമിലെ യാഗത്തിലാണ് നടക്കാൻ പോകുന്നത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറ. അവിടെ എഴുതിയിരിക്കുന്നത് ബേത്ലഹേമിൽ ചെന്നപ്പോ അവിടുത്തെ മൂപ്പന്മാർക്ക് എന്താ ഇവിടെ നടക്കുന്നതെന്നൊരു അതിശയമുണ്ട്. പക്ഷെ ശമൂവേലിനെ അവരോട് പറയാൻ ദൂതില്ല. ഹല്ലേലൂയ. ശമൂവേലിനെ അവനോട് പറയാൻ ദൂതില്ല. അവരോട് പറയാനുള്ള ദൂത്, നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് യാഗത്തിന് വാ. അത് മാത്രമേ ദൂതുള്ളൂ. മൂപ്പന്മാരോട് ഞാൻ ഇശയ്യായിയുടെ വീട്ടിൽ നിന്ന് ഒരുത്തിനെ തെരഞ്ഞെടുക്കാൻ വന്നതെന്ന് ദൂതില്ല. കാരണം ശമൂവേലിന് വ്യക്തതയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. നിന്റെ വ്യക്തത, ദൈവത്തിന്റെ ശബ്ദം ആദ്യത്തെ പടി നീ കേൾക്കുമ്പോൾ അടുത്ത പടിക്കകത്താ ഇരിക്കുന്നേ. ആദ്യ പടി നീ അനുസരിച്ചാൽ രണ്ടാമത്തെ പടി അത് വെളിപ്പെട്ട് വന്നോണ്ടേയിരിക്കും. നിങ്ങൾ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അവൻ ഇശയ്യായെയും അവന്റെ മക്കളെയും വിശുദ്ധീകരിച്ചു, അവരെയും അടുത്തിരിക്കുന്നവരോട് പറ അവരെയും. അപ്പൊ അവര് മാത്രമല്ല യാഗത്തിനുള്ളത്, ഒത്തിരി പേരുണ്ട് യാഗത്തിന്. അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട്
നിങ്ങൾ 2-3 പേരൊന്ന് ഒരുമിച്ച് നിൽക്കാം. അവിടെ യാഗം നടക്കുക. എന്നാ നടക്കുക? യാഗം നടക്കുന്നു. ഇവനറിയാം ഇതിലൊരാളെ രാജാവാക്കുന്നറിയാം. ആർക്കറിയാം? ഇതിലൊരാളെ ആരാന്നറിയത്തില്ല. ദൈവത്തിന് അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നോ? ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷക്തൻ ഇതാ എന്ന് പറഞ്ഞു. നിങ്ങൾ ആ വാചകം ഒന്നുകൂടെ വായിച്ചേ. അവൻ വന്നപ്പോ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ. നിങ്ങൾ ശ്രദ്ധിച്ചു, അതിന് മുമ്പ് കർത്താവ് അവനോട് പറഞ്ഞതാ, ഞാൻ പറഞ്ഞു തരുന്നവനെ എനിക്ക് അഭിഷേകം ചെയ്യണമെന്നാണ്. ഞാൻ പറഞ്ഞു തരുന്നവനെ എനിക്ക് നീ അഭിഷേകം ചെയ്യണമെന്നാണ്. പക്ഷെ ഏലിയാവിനെ കണ്ടപ്പോ ശൗലിന് തോന്നി പെർഫെക്റ്റ് വ്യക്തിയാണ്. നല്ല നീളം, നല്ല നെഞ്ചുരുവ്, നല്ല പൊക്കം. നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുന്നു? അവൻ നേരെ അവന്റെ തലയിലോട്ട് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു പിടി കിട്ടുന്നു? നിങ്ങൾ ശ്രദ്ധിച്ച് അടുത്ത വാചകം ശ്രദ്ധിക്കണേ. യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷക്തൻ ഇതാ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. അവന്റെ പൊക്കം നോക്കല്ലേ, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. അവന്റെ മുഖം നോക്കല്ലേ. ഞാൻ പറയാൻ പോകുന്ന അടുത്ത ഗൗരവമുള്ള കാര്യം ഇതല്ല. അടുത്ത വാചകം, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ നോക്കുന്നതല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു. അടുത്തതാ, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. അടുത്ത വാക്ക, പിന്നെ ഇശായി അബീനാദാബിനെ വിളിച്ചു. അബീനാദാബിനെ വിളിച്ചു, ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. അടുത്തതാ, എന്നാലേ അവൻ യഹോവ ഇവനെ തെരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞു. അടുത്തതാ, പിന്നെ ഇശായി ശമ്മയെയും വരുത്തി. ആദ്യം കണ്ടപ്പോ ഇവനെ കണ്ടപ്പോ തോന്നി ഇതാണെന്ന്. അഭിഷേകം ചെയ്യാൻ ചെന്നപ്പോ പറഞ്ഞു, ദൈവം പറഞ്ഞു അല്ലല്ലല്ല. അടുത്തയാളെ വരുത്തി, അബീനാദാബിനെ പറഞ്ഞു ഇയാളുമല്ല. അടുത്തയാളെ വരുത്തി, ശമ്മേ, ഇയാളുമല്ല. ഇവരെ കാണുന്നേക്കാൾ മുമ്പ് ദൈവത്തിന് അതങ്ങ് പറഞ്ഞുകൂടായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ? ഈ ഓരോരുത്തരെ വിളിച്ചിട്ട് ശമൂവേല് കണ്ടിട്ട് അത് പറഞ്ഞിട്ട് അല്ല എന്ന് മാറ്റി, കണ്ടിട്ട് അല്ല എന്ന് മാറ്റി, കണ്ടിട്ട് ഇതിന് വല്ല, ഈ നാടകത്തിന് വല്ല ആവശ്യമുണ്ടോ? അത് നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോ എന്തിനാ ഈ നാടകം കളിച്ചു എന്ന് ചോദിക്കാം. പക്ഷെ ചോദ്യം ചെയ്യാതെ നമ്മൾക്ക് അവന്റെ രീതി അങ്ങ് അനുസരിക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അടുത്തിരിക്കുന്നവരോട് പറ, ചോദ്യം ചെയ്യാതെ അവന്റെ രീതി അങ്ങ് അംഗീകരിക്കാം. എനിക്ക് പലപ്പോഴും തോന്നുന്നു, വീട്ടിൽ നോക്കുവോ, ആ വീട്ടിൽ ആരുടെ മേലിൽ ഒരു പ്രശ്നമുള്ളത് മനസ്സിലാവും. ആദ്യത്തെ ആളെ നോക്കുമ്പോൾ പിടി കിട്ടുന്നില്ല, അടുത്ത ആളെ നോക്കുമ്പോൾ പിടി കിട്ടുന്നില്ല, അടുത്ത ആളെ നോക്കുമ്പോൾ പിടി കിട്ടുന്നില്ല. ഇങ്ങനെ നോക്കിയിട്ട് അവസാനത്തെ കഴിയിലായിരിക്കും ചെല്ലുന്നത്. ഇയാൾക്കാണ് ആ പ്രശ്നം ഒന്ന് മനസ്സിലാവുന്നത്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഇത് നേരത്തെ അങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ അയാളെ നേരിട്ട് അങ്ങ് പോയി വിളിച്ചാൽ പോരായിരുന്നു. Be obedient. അടുത്തിരിക്കുന്നവരോട് പറ, be obedient. ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? ഓരോ വ്യക്തികളുടെ അടുക്കൽ ചെന്നിട്ടാണ് ദൈവം അവനോട് പറഞ്ഞ ഇയാളല്ല എന്ന്. ഓരോ വ്യക്തിയുടെ അടുക്കൽ ചെന്നതിന് ശേഷമാ അവൻ പറഞ്ഞ ഇയാളല്ല എന്ന്. ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, കർത്താവേ അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ വല്ല കാര്യം ചെയ്യണോ? നിങ്ങൾക്ക് അതിനൊക്കെ വലിയൊരു കാര്യം കേൾക്കണോ? ഇരിക്കെ, എൻ്റെ പ്രസംഗത്തിന്റെ ആശയമാണ് ഞാൻ തരുന്നേ. ആശയം കഴിഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാവേ. യോഹന്നാന്റെ സുവിശേഷങ്ങൾ എടുക്കാം, 1-ാം അധ്യായം എടുക്കാം, 32-ാമത്തെ വാക്യം മുതൽ വായിക്കാം.
യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആത്മാവ് ഒരു പ്രാവെന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു. അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. ഏലിയാവിന്റെ ആത്മാവിടെ ഭൂമിയിൽ ശുശ്രൂഷിച്ച മനുഷ്യനാണ്. പക്ഷേ യോഹന്നാൻ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. അൺബിലീവബിൾ. യോഹന്നാനും എലിസബത്തും, യോഹന്നാന്റെ അമ്മയായ എലിസബത്തും യേശുവിന്റെ അമ്മയായ മറിയയും യോഹന്നാൻ 6 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് എന്റെ കർത്താവിന്റെ അമ്മയെ കണ്ടുമുട്ടിയതിൽ സന്തോഷിക്കുന്നു എന്ന് തുള്ളിച്ചാടിയതാ. നിങ്ങൾ ആരും വായിച്ചിട്ടില്ലേ അത്? ലൂക്കോസ് 1-ാം അധ്യായം അതിന്റെ 42 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് കാണാം. പക്ഷെ യോഹന്നാൻ പറയുകയാണ്, എനിക്ക് യേശുവിനെ അറിയത്തില്ല. മറിയ പ്രസവിച്ചത്, മറിയയുടെ ഉദരത്തിലുള്ളത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആരോ ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം. അറിയാന്നോ അറിയത്തില്ലെന്നോ? എല്ലാവർക്കും അറിയാം. യോഹന്നാനും, എന്റെ പ്രതീക്ഷ പറയാം, യോഹന്നാനും യേശു തമ്മിൽ കുഴിപ്പന്ത് കളി കളിച്ച് വളർന്നിട്ടുള്ളതാ, അല്ലെങ്കിൽ കുറ്റിയും കോളും കളിച്ച് വളർന്നിട്ടുള്ളതാ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ച് വളർന്നിട്ടുള്ളതാ. ഒരു ചാർച്ചക്കാരാ ഇവര്. ഇവൾ ഗർഭം ധരിച്ചപ്പോ ഓടിയ വീടാതാ. ആ ബന്ധം സ്പിരിച്വൽ മാത്രമല്ല, ഫിസിക്കലും കൂടെയാ. 2 വീട്ടിൽ ഒരു സ്പിരിച്വൽ ജനനം നടന്നിരിക്കുക. കൂടെ നടക്കുന്ന യേശുവിനെ യോഹന്നാൻ അതുവരെ തിരിച്ചറിഞ്ഞില്ലെന്ന്. I can't believe it. ഇനി ഞാൻ പറയുന്ന വാചകമാണ് ഇന്നത്തെ മെസ്സേജിന്റെ പ്രധാന കാതലായ കാര്യം. യോഹന്നാനോട് ദൈവം അതുവരെ ആ കാര്യം പറഞ്ഞില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, യോഹന്നാനോട് കർത്താവ് അതുവരെ ആ കാര്യം പറഞ്ഞില്ല. ആള് പ്രവാചകനാ, അവസാനത്തെ പ്രവാചകനാ. അതുപോലൊരു പ്രവാചകൻ ഇനി പഴയ നിയമത്തിലില്ല. പക്ഷെ ആ കാര്യം ദൈവം ആരോട് പറഞ്ഞില്ല? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് യോഹന്നാനാണ്, ഞാൻ യോഹന്നാനാണ്, ഇത് യേശു കർത്താവാ. യോഹന്നാൻ എൻ്റെ കീഴിൽ സ്നാനപ്പെടാൻ യേശു കർത്താവ് വരുവോ വാ എന്ന് പറഞ്ഞാൽ ദൈവമാക്കിയിരിക്കുന്ന ചില സീസണുകളുണ്ട്. വാവ്. സ്നാനം എന്നൊരു പുതിയ ശുശ്രൂഷ ആരംഭിച്ചു. ആ സീസണിലേക്ക് യേശു കയറി വരികയാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, ഒരു ഹല്ലേലൂയ പറയാം. യേശു ആ സീസണിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോ മനസ്സിലായി, ഞാൻ കാത്തിരുന്നയാള് എൻ്റെ ചാർച്ചക്കാരൻ്റെ ഉള്ളിലാണുള്ളത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അത് ഉഗാണ്ടേന്ന് വരണ്ട, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഉഗാണ്ടയിൽ അന്ന് അമേരിക്കയിൽ നിന്ന് വരണ്ട, നിന്റെ വീട്ടിൽ നീ അറിയാതെ ദൈവത്തിന് ഒരുക്കി വെക്കാം. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. കർത്താവിനെ അമേരിക്കയിൽ നിന്ന് അയക്കുകയല്ലായിരുന്നു ഇത്, അവന്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ സമയമായപ്പോ അത് റിവീലായി. ഞാൻ ചിലരെ എന്നൊക്കെ ഒരു ദൂത് പറയട്ടെ. നിനക്ക് ഈ സീസണിൽ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്, ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത്, ആരും ഇത് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത്, നീ വിചാരിക്കും ദൂരെ നിന്ന് ആരോ ഒരാളുടെ കയ്യിൽ, അങ്ങനൊന്നും വേണ്ട. അതിന് റെയ്നോഡ് ബോൺകെ കേരളത്തിൽ വരണമെന്ന് നിർബന്ധമില്ല. അതിന്
പാസ്റ്റർ ക്രിസിന്റെ മീറ്റിങ്ങിന് പോകണമെന്ന് നിർബന്ധമില്ല. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് നീ പ്രിപ്പയർ ആയാൽ മതി. അത് നീ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി വന്ന് നിന്നെ നിറയ്ക്കുവാൻ അത് ശക്തനാണ്. അടുത്തിരിക്കുന്നവരോട് പറ, നിയോഗങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകാനായി തുടങ്ങും. നിയോഗങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ അത്ഭുതങ്ങൾ എഴുന്നേൽക്കാനായി തുടങ്ങും. അടുത്തിരിക്കുന്നവരോട് പറ, നിയോഗങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ അത്ഭുതങ്ങൾ എഴുന്നേൽക്കാനായി തുടങ്ങും. കൈ അടിച്ചുടെ ഹല്ലേലൂയ പറ. നിന്റെ മേലുള്ള നിയോഗം, നിന്റെ മേലുള്ള നിയോഗം ദൈവമാക്കിയിരിക്കുന്ന അടുത്ത നിയോഗങ്ങളുമായി ജോയിൻ ചെയ്യുമ്പോൾ സൂപ്പർ നാച്ചുറൽ നിന്നിൽ ആരംഭിക്കുകയാണ്. നീ യാദർച്ഛിക ഈ പകൽ ഇവിടെ വന്നു എന്ന് വിചാരിക്കരുത്. നീ ഒരു ആക്സിഡന്റിൽ ഇവിടെ എത്തിയെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഇസ് എ പ്രീ പ്ലാൻ ആണെങ്കിൽ, ഇത് ദൈവത്തിന്റെ ഉദ്ദേശമാണെങ്കിൽ, ദൈവത്തിന്റെ പ്ലാൻ ആണെങ്കിൽ, നീ നിയോഗങ്ങളെ സംയോജിക്കപ്പെടുമ്പോ സൂപ്പർ നാച്ചുറൽ നിന്നിലേക്ക് വെളിപ്പെടുകയാണ്. അടുത്തിരിക്കുന്നവരോട് പറ, നിയോഗങ്ങൾക്കായി കാലുകൾ വെക്കുന്ന ആർക്കും ഒരു അനർത്ഥവും വരത്തില്ല. അവർ ആ നിയോഗത്തിനകത്തുള്ള സൂപ്പർ നാച്ചുറൽ അനുഭവിക്കാൻ തുടങ്ങും. റിസീവ് യുവർ സൂപ്പർ നാച്ചുറൽ. അടുത്തിരിക്കുന്നവരുടെ ദൂതും കൂടെ പറ. യോഹന്നാൻ സ്നാനപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. സ്നാനപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. ഒരാളും കൂടെ പറ, യോഹന്നാൻ സ്നാനപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. ഒരു ദിവസം സ്നാനപ്പെടുമ്പോ ഇതാ ഒരാളാ വെള്ളത്തിന് അടുക്കലേക്ക് കടന്നു വരുന്നു. നിന്റെ നിയോഗം നീ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അത് നിന്റെ അടുക്കലേക്ക് നടന്നു വരും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറ. യോഹന്നാനെ, സ്നാനം എന്ന ശുശ്രൂഷ തുടങ്ങി അന്നാണോ യേശു വന്നത്? അല്ല. പിറ്റേ ദിവസമാണോ? അല്ല. മൂന്നാം ദിവസമാണോ? അല്ല. നാലാം ദിവസമാണോ? അല്ല. 7ആണോ? അല്ല. ആഴ്ചകൾ കഴിഞ്ഞു. പക്ഷേ തന്റെ നിയോഗത്തിന്റെ നടുവിൽ ഒരു ദിവസം സ്വർഗം പറഞ്ഞിട്ടുണ്ടോ, ഞാൻ നിന്റെ അടുക്കിലേക്ക് ഒരുവനെ അയക്കും. ഞാനൊരു പ്രൊഫറ്റിക് മെസ്സേജ് ആയിരുന്നു പറയുന്നേ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല, ആശയങ്ങൾ മാത്രം പറയുവാ. മനസ്സുമെടുക്കല്ലേ. സ്നാനപ്പെടുത്താൻ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കകത്ത് ഒരു ദിവസം അവൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വരും. മനസ്സ് മടുക്കരുത്. നാട്ടിൽ ഉണർവ് നടത്തി നടത്തി തോക്കല്ലേ. പബ്ലിക് മീറ്റിംഗ് നടത്തി നടത്തി തോക്കല്ലേ. ഞാൻ മടുത്തില്ല, ക്ഷീണിച്ചില്ല, ഞാനങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. എനിക്കൊരു കാര്യം അറിയാം, ഒരു ദിവസം ചിലവ് സംഭവിക്കും. അതുവരെ നടന്നതല്ലെന്ന് നടക്കുക, അതുവരെ നടന്നതല്ലെന്ന് സംഭവിക്കുക. എഫെസോസിലെ പട്ടണത്തിലേക്ക്, മെക്കോദോനിയയിലേക്ക് പൗലോസ് ചെല്ലുക. വലിയ നിയോഗം പ്രാപിച്ചു പോയതാ. ചെയ്തതാകൂടി ഒരു അടിമ പെൺകുട്ടിയുടെ മേൽ നിന്നൊരു ഭൂതത്തെ പുറത്താക്കുകയാണ്. വേറെ ആരോട് സൂചന പറയാൻ വാതിൽ പോലും തുറന്നു കിട്ടിയില്ല. ഒരു രക്താംബരം വിൽക്കുന്ന സ്ത്രീയോടല്ലാതെ പൗലോസ് ആരോടും സൂചന പറഞ്ഞില്ല. സുശേഷം പറയാൻ വാതിലുകൾ തപ്പിയിട്ട് നടക്കുക. പൗലോസ്, നീ എങ്ങനെയാ വന്നതാ? ദൈവം ദർശനത്തിൽ ഒരാൾ വിളിക്കുന്നത് കണ്ടിട്ട് വന്നതാ. നടക്കുക, ഒരവസരമില്ല. നടക്കുക, ഒരവസരമില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ദൈവത്താലാ നീ അയക്കപ്പെട്ടെങ്കിൽ, ദൈവത്താലാ നീ ചെയ്യപ്പെടുന്നെങ്കിൽ, നീ നടക്കുന്ന സ്ഥലത്ത് നീ അറിയാതെ എന്തോ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് പത്തനാപുരത്തായാലും തട്ടാക്കുടിയിലായാലും അത് കോന്നിയിലായാലും അടൂരായാലും എറണാകുളത്തായാലും കാസർഗോഡായാലും അങ്ങ് മാർത്താണ്ഡത്തായാലും ദൈവം എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
നിങ്ങൾ എന്റെ ഒപ്പം എത്തിയോ? ഒരു ദിവസം പ്രസംഗിക്കാൻ അവസരമുണ്ടോ നോക്കി നടക്കുക പൗലോസ്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ഭൂതത്തെ കണ്ടപ്പോ വല്ലാതെ മുഷിഞ്ഞു. ഇതൊന്നും എന്റെ ഇടയിൽ നടക്കേണ്ട കാര്യമല്ല. അതിനെ ശാസിച്ചതിന്റെ പുറകെ ഇതാ പോലീസുകാർ വരാൻ തുടങ്ങുന്നു, പിടിച്ചോണ്ട് പോകുന്നു, ജയിലിനകത്തിടുന്നു. പൗലോസ് എപ്പോഴെങ്കിലും സംശയം തോന്നിയോ? ഞാൻ ദൈവമേ നീ പറഞ്ഞ് അയച്ചിട്ട് വന്നു തന്നെയാണോ? ഈ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് ഒരു തോന്നലും ഇല്ലല്ലോ. നിന്റെ പദ്ധതിയല്ല എന്റെ ദൈവത്തിന്റെ പദ്ധതി. നിയോഗങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ അത്ഭുതങ്ങൾ വ്യാപരിക്കാനിടയാകും. നിയോഗം കൂട്ടുമുട്ടിയതാണ് ഭൂതത്തെ പുറത്താക്കിയത്. നീ ഒറ്റ ഭൂതത്തെ പുറത്താക്കിയാൽ മതി, മെക്കോദോനി അറിയും. നിന്റെ ശുശ്രൂഷയിൽ ഒരാളെ സ്നാനപ്പെടുത്തിയാൽ മതി, പട്ടണങ്ങൾ അറിയും. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിക്കാം, ആമേൻ പറയാം. ഫിലിപ്പോസേ എവിടോട്ടാ? ഞാന് ധൃതി പിടിച്ച് മരുഭൂമി പോകാൻ പറഞ്ഞിരിക്കുക. കാരണം എന്താ അറിയത്തില്ല. ഒരു തേര് വരുന്നു. ആ തേരിനകത്തിരുന്ന് ആരോ ഒരാൾ വായിക്കുന്നു. അതിന്റെ ഒപ്പം നടക്കാൻ പറയുന്നു, വിശദീകരിക്കുന്നു. ആ ഷണ്ണനെ സ്നാനപ്പെടുത്തുന്നു. ആഫ്രിക്കയിലെ ആദ്യത്തെ ഉണർവ് മരുഭൂമിയിലെ ഒരുത്തനിലൂടെയാണ്. നിയോഗങ്ങളെ അനുസരിച്ചാൽ മതിയെന്ന്, ആ വരുന്ന വഴി നിനക്ക് തിരിച്ചറിയത്തില്ലെന്ന്. Just obey. Just obey. മരുഭൂമി പോയിട്ട് എന്നാ ചെയ്യാനാ? ഇവിടെയാണ് ആത്മാക്കൾ ഇഷ്ടം പോലെ കിടക്കുക. മരുഭൂമി പോയിട്ട് എന്നാ ചെയ്യാനാ? ഞാൻ എവിടുന്നാ തുടങ്ങിയെന്ന് പറയുമ്പോ ശൗമയിൽ നിന്നാ തുടങ്ങിയേ. നീ പറഞ്ഞു കേട്ടാ മതി. നീ പറഞ്ഞു കേട്ടാ മതി. ചിലര് പറയുന്ന ആഹാരം വിളമ്പി കൊടുക്കാനും നിന്നെ കൊണ്ടൊക്കത്തില്ല, വേണമെങ്കിൽ പ്രസംഗിക്കാം. നീ പറഞ്ഞു കേട്ടാ മതി. ഫിലിപ്പോസ് നീ എവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഫിലിപ്പോസ് പറയും, ഞാൻ വിധവമാർക്ക് ആഹാരം വിളമ്പി കൊടുക്കലായിരുന്നു പരിപാടി. അവിടുന്നാണ് ആരംഭിച്ചേ. അയ്യോ പ്രസംഗമൊന്നും അല്ലായിരുന്നോ തുടക്കം? അല്ല, വിളമ്പി കൊടുക്കലായിരുന്നു തുടക്കം. അനുസരിച്ചാ മതി എന്ന. ദൈവത്തിന് നിന്നെ പൊക്കാൻ റെയിൻബോൺ ബോൺഗയുടെ 25 ലക്ഷം പേരുടെ സ്റ്റേജ് വേണ്ട, ഒരു ചെറിയ സംഭവം മതി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. നീ കർത്താവിനാന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് വരുമ്പോ അത് നിന്റെ അടുക്ക വന്ന് മുട്ടും. ഇത് പറയാനാ എത്രയും മതിയെ. നീ അങ്ങോട്ട് ഫിലിപ്പോസേ പ്രസംഗിച്ചു തുടങ്ങിയപ്പോ ഈ സംഭവം നടന്നോ? ഇല്ല. ഉണർവ് ഫിലിപ്പിയ ശമരിയില് നടക്കുക, നടന്നോ? ഇല്ല. പൗലോസേ നിന്റെ ശുശ്രൂഷ സമയത്ത് ഈ കാര്യങ്ങൾ വല്ലതും നടന്നോ? ഇല്ല. 14-ാം അധ്യായത്തിൽ നടന്നില്ല, 15-ാം അധ്യായത്തിൽ നടന്നില്ല, 16-ാം അധ്യായത്തിൽ നടന്നു എന്ന് പറഞ്ഞ യാത്രയുടെ ഇടയിൽ ആരോ ഒരാളെ കണ്ടുമുട്ടാനുണ്ട്. പോകുന്ന വഴിയിൽ എന്തിനോടോ ഞാനൊന്ന് മാറ്റൊരയ്ക്കാനുണ്ട്. പോകുന്ന വഴിയിൽ ഏതോ ഒരു ഇൻസിഡന്റ് എന്നെ പൊക്കാനുള്ളതാണ്. ഇങ്ങനെ ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി. അവിടെ മനസ്സിലായേ, അങ്ങ് ഉൽപ്പത്തി മുതൽ ഈ പരിപാടിയാ ദൈവത്തിന്. അടുത്തിരിക്കുന്ന ആളോട് കൈയിട്ടിട്ട് പറ, അങ്ങ് ഉൽപ്പത്തി മുതൽ അതാ പരിപാടി. ഉൽപ്പത്തി മുതൽ ഇതാണ് ദൈവത്തിന്റെ. ഇതാ തുണിയില്ലാതെ ഒരുവനെ, വസ്ത്രമില്ലാതെ ഒരുവനെ അടിമച്ചന്തയിൽ നിർത്തിയിരിക്കുന്നു. വന്നേ, പൊത്തിഫേർ വന്ന് ഇവനെ വിലക്ക് വാങ്ങി, അടിമ വേലയ്ക്ക് കൊണ്ടുപോയി. കാണുമ്പോൾ യാദർച്ഛികം, പക്ഷേ ഇറ്റ് ഈസ് എ പ്രീ പ്ലാൻ. ഇപ്പോൾ പൊത്തിഫേറിന്റെ വീട്ടിലാ, വേലക്കാരനാ, തുണിയൊന്നുമില്ല, വേലക്കാരനാ. അതിന്റെ ഇടയിൽ പൊത്തിഫേറിന്റെ ഭാര്യ കയറി ഇങ്ങേരോട് വല്ലാത്ത ഭ്രമം. പൊത്തിഫേർ അവനെ അടുത്ത ജയിലിൽ കൊണ്ട് തളച്ചു.
നിങ്ങൾ വിചാരിക്കും അത് അറിയാതെ സംഭവിച്ചതാണോ? അല്ലെന്നേ, ഒരു സ്വപ്നക്കാരൻ വരുന്നുണ്ട്. രാജാവിന്റെ കൂടെ നിൽക്കുന്നവൻ സ്വപ്നം കാണാൻ വേണ്ടി ഞാൻ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തു വച്ചിട്ടുണ്ട്. നീ കണ്ട ദർശനം നിവർത്തിയാകേണ്ടതിന്, നീ ചെല്ലേണ്ടുന്ന സ്ഥലത്തേക്ക് നിന്നെ അയക്കേണ്ടതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രാജാവിന്റെ വീട്ടിൽ അപ്പം വിൽക്കുന്നവനെയും വീഞ്ഞു കൊടുക്കുന്നവനെയും ഒരുക്കിയിട്ടുണ്ടെന്ന്. നിന്റെ യാത്രയിൽ അത് വന്ന് കൂട്ടിമുട്ടും. പറ, എന്റെ യാത്രയിൽ അത് ഒന്ന് കൂട്ടിമുട്ടും. അതോടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും ചെയ്യത്തില്ല, അടുത്ത ലെവലിലേക്ക് കയറും. യോഹന്നാനെ സ്നാനപ്പെടുത്തിക്കൊണ്ടേയിരിക്കെ യേശു ഒരു ദിവസം വരും. യോഹന്നാനെ സ്നാനപ്പെടുത്തിക്കൊണ്ടേയിരിക്കെ യേശു ഒരു ദിവസം വരും. പൗലോസെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കെ ഒരു ഉണർവ് വരും, നിശ്ചയമാണ്. ജോൺ ഡാരുവേ നാട്ടിൽ ഉണർവിന് പോ, ഒരു ഉണർവ് വരും, നിശ്ചയമാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഈ രാജ്യം ഉണർവിൽ വരുമ്പോൾ ജോൺ ഡാരു ബ്രദർ മുമ്പിൽ കാണും, ജീസസ് വേൾഡ് മുമ്പിൽ കാണും. അടുത്തിരിക്കുന്ന 10 പേരുടെങ്കിലും എന്ന് പറയണം, 1000 സംഭവങ്ങൾ വേണ്ട, ഒറ്റ സംഭവം നിന്നെ പൊക്കും. 1000 സംഭവം വേണ്ട, ഒറ്റ സംഭവം നിന്നെ പൊക്കും. ഒരുവൻ മറന്നു കളഞ്ഞെങ്കിലും 2 വർഷത്തിന് ശേഷം ഇതാ ഒരുവന് ഓർമ്മ വരുന്നു. അന്ന് ഞാൻ ജയിലിൽ കണ്ടയാൾക്ക് സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ അറിയാം. അല്ല, ഒരു പെട്ടെന്നൊരാൾക്ക് ഓർമ്മ വരുന്നു, അന്ന് ജോൺ ഡാരു ബ്രദർ പ്രാർത്ഥിച്ചതാണ് ഞാൻ ഈ സൗഖ്യത്തിലേക്ക് വന്നത്. ഒറ്റ സംഭവം മതി ബ്രദറെ. അത് എനിക്കുണ്ടാകോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് എന്റെ ലൈനിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. സംശയം കൂടാതെ മുന്നോട്ട് പോ. അതുമായി നീ കൂട്ടിമുട്ടും, അതുമായി നീ കൂട്ടിമുട്ടും, ആ സംഭവമായി നീ കൂട്ടിമുട്ടും. അതോടെ നീ ഉയർന്നു വരും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ. ഈ നവംബർ മാസം മുതൽ ഒന്ന് കൂട്ടിമുട്ടേണ്ടതിന് പകരം നിരന്തരം വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം കൂട്ടിമുട്ടിക്കുക. ബിസിനസ്സുകൾ കൂട്ടിമുട്ടാൻ പോകുന്നു, വ്യക്തി ബന്ധങ്ങൾ കൂട്ടിമുട്ടാൻ പോകുന്നു. നിന്റെ ഡെസ്റ്റിനിയെ തിരിക്കുന്ന ബന്ധങ്ങൾ കൂട്ടിമുട്ടാൻ പോകുന്നു. സമ്പത്ത് 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 വരുന്ന ബന്ധങ്ങൾ കൂട്ടിമുട്ടാൻ പോകുന്നു. എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, നിന്റെ ഡെസ്റ്റിനിയെ തിരിക്കുന്ന ആളുകൾ നിന്നോട് കൂട്ടിമുട്ടാൻ പോകുന്നു. ഈ നവംബർ അവസാനിക്കത്തില്ല. നിങ്ങൾ അതിനു മുമ്പ് അത് കാണുവാൻ തുടങ്ങും. നിന്റെ ഡെസ്റ്റിനിയെ തിരിക്കുന്ന ആളുകൾ, നിന്റെ മിനിസ്ട്രിയെ തിരിക്കുന്ന ആളുകൾ, നിന്റെ മിനിസ്ട്രിയെ തിരിക്കുന്ന ആളുകൾ, നിന്റെ ബന്ധങ്ങൾ തിരിക്കുന്ന ആളുകൾ, നിന്റെ സമ്പത്ത് തിരിക്കുന്ന ആളുകൾ ഈ മാസം അവസാനിക്കണേക്കാൾ മുമ്പ് നീ കൂട്ടിമുട്ടുവെന്ന്. ദൈവം ആരോടും എല്ലാ കാര്യം പറയാറില്ല. പറയത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം. ദൈവം പറയും, ഞാൻ ജെസിയുടെ വീട്ടിൽ ഒരുത്തിനെ കണ്ടിട്ടുണ്ട്, നീ പോയി യാഗം കഴിക്ക്, അവിടെ ചെല്ലുമ്പോ ഞാൻ അടുത്തു പറയാം. എന്നാ പറഞ്ഞ? ജെസിയുടെ വീട്ടിൽ ഞാൻ ഒരുത്തിനെ കണ്ടിട്ടുണ്ട്, ബെത്ലഹേമിൽ പോയി യാഗം കഴിക്കുക, അടുത്തത് ഞാൻ അവിടെ പറയാം. നമ്മൾ അപ്പുറത്തും കൂടെ കേട്ടിട്ടല്ലേ പോകത്തുള്ളൂ. യാഗം കഴിക്കാൻ പറഞ്ഞാൽ അതും കേട്ടാ മതി, അടുത്തത് അവൻ പറഞ്ഞോളൂ. എൻ്റെ ഉള്ളിൽ ഒരു വലിയ ആശയമുണ്ടായി, ആഗ്രഹമുണ്ടായി. എനിക്ക് മറ്റു രാജ്യങ്ങളിലും പോകണമെന്നും ആഗ്രഹം വരുന്നില്ല.
ലോകത്തിലുള്ള എല്ലാ ആളുകളും രാജ്യങ്ങളിൽ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ആഗ്രഹം വരുന്നില്ല. എനിക്ക് ആഗ്രഹം വരുന്നത് ഒരു റിട്രീറ്റ് സെന്റർ ആരംഭിക്കണം. ലോകരാജ്യത്തു നിന്നെല്ലാം, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്ന് ആളുകൾ വന്ന് താമസിക്കണം. അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകണം. ഇറ്റ് ഈസ് ഓൺ ദ വേ. ഞാൻ അതിനെ കൂട്ടിമുട്ടും. മനസ്സിലാവുന്നോ? എന്റെ വഴി അത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ആഗ്രഹം വരത്തില്ല. 11 കറ്റയും എന്റെ മുമ്പിൽ കുനിയുന്നത് ഞാൻ കണ്ടിരിക്കുക. അതിന് ഒരു പൊത്തിഫേർ വന്നു പോയേ ഒക്കത്തുള്ളൂ. ഒരു പൊട്ടക്കിണർ വന്നു പോയേ ഒക്കത്തുള്ളൂ. പൊത്തിഫേർ വന്നു പോയേ ഒക്കത്തുള്ളൂ. അതിന്റെ ഇടയിൽ പൊത്തിഫേറിന്റെ ഭാര്യ കയറി വന്നേ ഒക്കത്തുള്ളൂ. ജയിലിൽ പോയേ ഒക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ സ്വപ്നം നടന്നേ ഒക്കത്തുള്ളൂ. രാജാവ് വിളിച്ചേ ഒക്കത്തുള്ളൂ. ദൈവത്തോടൊപ്പം ബന്ധത്തിലാണ് നടക്കുന്നേ. നിങ്ങൾ സൂപ്പർ നാച്ചുറലി ജീവിക്കും.